സെമിനാറിൽ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നെങ്കിലും വേറെ ആരെങ്കിലും പ്രിപ്പയർ ആയിട്ടുണ്ടോ? ഞാൻ പറയണ കേൾക്കാൻ പാടില്ലേ പിള്ളേരെ? ആ മിസ് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞ കൊണ്ട് അത് പ്രിപ്പയർ ആയില്ല അല്ലെ? ഇന്ന് ആരെങ്കിലും പ്രിപ്പയർ ആയിട്ടുണ്ടോ? അവരൊന്നും ആയിരിക്കും പ്രിപ്പയർഡ് ആണ്. മാം ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ 7th ചാപ്റ്ററിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ലേ? ഇല്ല. ഓക്കെ. പ്രിപ്പയർ ആയവരെ മെസ്സേജ് ഒന്ന് അയക്കണം കേട്ടോ. പ്രിപ്പയർ ആയെന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണേ, ഞാൻ അവരോട് വിളിക്കാം. അത് പ്രിപ്പയർ ആയിട്ട് മെസ്സേജ് ഒന്നും വരില്ലല്ലോ. ചെറുതായിട്ട് പറയാനൊക്കെ പറ്റും. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കേടാ. ഇനി അടുത്ത ആഴ്ച എടുക്കാം, കാരണം ബാക്കിയുള്ളവരെ ആരും പ്രിപ്പയർ ആയിട്ടില്ല അല്ല. ഞാൻ എടുക്കാൻ പോണത് സെക്കൻഡ് പാർട്ടിലെ യൂണിറ്റ് ആണ് കേട്ടോ. പാർട്ട് 2 നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. മോഡ്യൂളിന്റെ PDF എന്റെ ഫോണിലുണ്ട്. അത് പ്രിന്റ് എടുത്തിട്ടില്ല. മോഡ്യൂൾ ഫസ്റ്റ് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട്. അതിന്റെ മോഡ്യൂൾ ഫസ്റ്റ് എന്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്ന ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി ബാക്കി മിസ്സുമാരും സെക്കൻഡ് പാർട്ടിലേക്ക് വരും. പിന്നെ ഞാൻ ഫസ്റ്റ് യൂണിറ്റ് 2 ആണ് ഇതിൽ നിന്ന് എടുക്കണേ കേട്ടാ. സെക്കൻഡ് പാർട്ടിലെ യൂണിറ്റ് 2 ആണ് ഇന്ന് എടുക്കണത്. ഓക്കെ. എല്ലാവരും പോർഷൻ എടുത്താ കയ്യിലെടുത്താ? ഓക്കെ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഒരു കുട്ടിയിലെ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഈ ഗ്രോത്ത് ആയിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ കൈവരിക്കണേ എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ളതാണ് ഇവിടെ പറയണത്. ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയണത്. Physical development is refers to the process which bring progressive change in external as well as internal body organs of an individual in order to enhance their capacity to function. സാധാരണ രീതിയിൽ എന്താ പറയാ, നമ്മൾ കുറെ നാൾ കേട്ട ആൾക്കാരെ കാണാണ്ടിരിക്കും. കുഞ്ഞു പിള്ളേരാണെങ്കിൽ പെട്ടെന്ന് അവരുടെ മാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിരീക്ഷിക്കാനായിട്ട് വരും. ചെറിയ പിള്ളേരാണെങ്കിലും പെട്ടെന്നായിരിക്കും വലുതാവുന്നത്. ആദ്യം അവര് എഴുന്നേടൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ആദ്യം കിടക്കണ ആ സ്റ്റേജ്, പിന്നെ അവർ കമന്ന് വീഴും. അത് കഴിഞ്ഞ് അവർ എഴയാൻ തുടങ്ങും. പിന്നെ അവരെന്താ പതുക്കെ നടക്കാൻ തുടങ്ങും. പിന്നെ ഓടി നടക്കാൻ തുടങ്ങും. അങ്ങനെ അത് കഴിയുമ്പോൾ അവരിങ്ങനെ കുറച്ചും കൂടി വലുതാവും. പിന്നെ നമുക്ക് പെട്ടെന്നായിരിക്കും പിന്നെയുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഭയങ്കര പെട്ടെന്നായിരിക്കും അവരുടെ എന്ത് ചെയ്യണം, ബോഡി ചേഞ്ച് ആവണം. ഫിസിക്കലി മാറ്റങ്ങളൊക്കെ വന്നത് ഭയങ്കര പെട്ടെന്നായിരിക്കും ഈ കുട്ടികളിൽ. ഒരു കുട്ടിയുടെ എന്തൊക്കെ ഫിസിക്കൽ ഡെവലപ്മെന്റിലൂടെയാണ് അവർ കടന്നു പോണെന്നുണ്ടെങ്കിൽ നോക്കാൻ പോണേ കേട്ടാ. നമ്മുടെ എക്സ്റ്റേണല് പുറമേ ഉള്ള ചേഞ്ച് കൂടാതെ നമുക്ക് നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസിനും എല്ലാത്തിനും ഈ എന്ത് വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. The process which brings progressive change in external as well as internal body organs of an individual in order to enhance the. കേൾക്കണില്ല. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? റേഞ്ചിന്റെ ഇരിക്കോടാ, ഒന്ന് മാറി നിന്നോ കേട്ടോ. എന്താ പറഞ്ഞത്, നമ്മുടെ ഇന്റേണൽ ആയിട്ടും അതേപോലെ എക്സ്റ്റേണൽ ആയിട്ടും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ വളർന്ന ആ സ്റ്റേജിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
നോർമലി ദ ഫിസിക്കൽ ചേഞ്ച് ഓക്കേഴ്സ് ഇൻ ഫോളോയിങ് ഡയമെൻഷൻ. സാധാരണ നമുക്കൊരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിന്റെ ഏജ് വരെ എങ്ങനെയാണ് ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം പറയുന്നത്. താഴെ പറയുന്ന രീതിയിലാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് വന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? 0 to 2 years എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രായത്തിൽ ഇൻഫന്റ് ഏജ് എന്നൊക്കെ പറയും. ഇൻഫന്റ് ഏജ് എന്ന് വെച്ചാല് ആ ഒരു ഏജ് എന്നാണ് പറയണത്. 0 to 2 years. ഈ ടൈമിൽ നമ്മുടെ പിള്ളേരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റാപ്പിഡ് ആയിരിക്കും. പെട്ടെന്നാണ് മാറ്റം വരുന്നത്. 0 to 2 years കുട്ടികളുടെ ഇന്റേണൽ ഓർഗൻസിന്റെ കാര്യത്തിലാവട്ടെ, എക്സ്റ്റേണൽ ആവട്ടെ, എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? വളർച്ച വരുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് വെരി സ്വിഫ്റ്റ് ഡ്യൂറിംഗ് ദ ഇൻഫാൻസി 0 to 2 years. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ റാപ്പിഡ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. പെട്ടെന്ന് എന്നുള്ള ഒരു മീനിങ് ആണ്. പീരീഡ് ഓഫ് പ്രീ ചൈൽഡ്ഹുഡ്. ഇനി നമ്മുടെ പീരീഡുകൾ, ഞാൻ അതിൽ തന്നെ പീരീഡുകൾ പറയാം കേട്ടോ. എന്താണ് ഇൻഫൻസി എന്ന് പറയുന്നത് 0 to 2 years ആണ്. പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന പീരീഡ് 3 to 6 years ആണ്. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 7 to 9 years ആണ്. നെക്സ്റ്റ് ലേറ്റർ ചൈൽഡ്ഹുഡ് 10 to 30 years. അത് കഴിഞ്ഞിട്ടുള്ള പീരീഡിനെ നമ്മൾ ഏർലി അഡോളസെന്റ് ഏജ് എന്ന് പറയും. ഏർലി അഡോളസെന്റ് ഏജ് എന്ന് പറയും. 13 വയസ്സിന് ശേഷം. എന്താണ് ഒന്നുകൂടെ പറയാം? പീരീഡ്സ് പറയാം. 0 to 2 years ഇൻഫൻസി ഏജ് എന്നാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ കയ്യിൽ പ്രിന്റ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നോട്ടിൽ എഴുതി വെക്കാം. എന്താണ് 0 to 5 ഇൻഫാൻസി, 3 to 6 പ്രീ ചൈൽഡ്ഹുഡ്, 7 to 9 മിഡിൽ ചൈൽഡ്ഹുഡ്, 10 to 30 ലേറ്റർ ചൈൽഡ്ഹുഡ്. പിന്നെ 1 ഏജ് ആഫ്റ്റർ 30 years നമ്മൾ എന്താ പറയണത്? പിന്നെ വന്നതിന് ഏർലി അഡോൾസെന്റ് ഏജ് എന്നാ പറയുന്നത്. ഓക്കെ ആണോ? ആ ഏജുകൾ ഓക്കെ ആണോ? മിഡിൽ പറഞ്ഞില്ലേ, അത് ആ ഏജ് ഒന്ന് പറയാവോ? 7 to 9. ഈ പോർഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? യൂണിറ്റ് 2 PDF ഒക്കെ ഉള്ളൂ, പ്രിന്റ് ഇല്ല. നോക്കാട്ടോ, ഒന്നുകൂടി പറയാം. അതിന് ക്ലാസ് എടുക്കുമ്പോ പറയാം. ഇനി ഫിസിക്കൽ ഡെവലപ്മെന്റ് ഫസ്റ്റത്തേതാണ് ഞാൻ പറയുന്നത്. ഏതാണ്? ഇൻഫൻസിയില് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റാപ്പിഡ് ആയിരിക്കും. പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ വരുന്നത്. നമുക്ക് കണ്ടിട്ടില്ലേ, കുഞ്ഞു പിള്ളേര് പെട്ടെന്ന് അവരുടെ മാറ്റങ്ങൾ വരും. ഒരു ജനിച്ച അന്ന് മുതൽ ഒരു 2 വയസ്സാവണ വരെയുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? പെട്ടെന്നായിരിക്കും അവർക്ക് മാറ്റങ്ങൾ വന്നത്. നെക്സ്റ്റ് ആണ് പ്രീ ചൈൽഡ്ഹുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ പ്രീ ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ 3 to 6 years ആണ്. ഈ പീരീഡിനെ നമ്മൾ പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്നും കൂടി പറയും. എന്താ പറയുന്നത്? പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് വെച്ചാൽ നമ്മൾ 0 to 2 years അറ്റൈൻ ചെയ്ത ആ ഗ്രോത്ത് ഇല്ല, അതൊരു സ്റ്റെബിലൈസ് ആയി ഫിക്സ് ചെയ്യണം. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ കൈവരിച്ചിരിക്കുന്ന ആ ഗ്രോത്ത് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാം. ആ ഒരു പ്രോസസ്സാണ് എവിടെ നടക്കുന്നത്? 3 to 6 years നടക്കുന്നത്, പീരീഡ് ഓഫ് ഫിക്സേഷൻ. അപ്പൊ റിട്ടേൺ നോട്ട് അല്ലെങ്കിൽ ലെക്ചർ നോട്ട് എഴുതുന്നവർ എന്ത് ചെയ്യാം? ഇൻഫാൻറ്റി 0 to 2 years എഴുതിയെടുത്ത് എന്ത് ചെയ്താൽ റാപ്പിഡ് എഴുതാം. പെട്ടെന്നാണ് മാറ്റം വന്നത്, ഗ്രോത്ത് വന്നത്. ഇനി പ്രീ ചൈൽഡ്ഹുഡ് ഇയേഴ്സ് എഴുതിക്കുന്നിടത്ത് പീരീഡ് ഓഫ് ഫിക്സേഷൻ എഴുതാം. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ അറ്റൈൻ ചെയ്ത ആ ഒരു ഗ്രോത്ത് ഒക്കെ ഫിക്സ് ചെയ്യണം, സ്റ്റേബിൾ ആക്കണം. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, പ്രീ ചൈൽഡ്ഹുഡിൽ നടക്കുന്നത്. The period of pre-childhood 3 to 6 years is the period of fixation that is what attained in infancy is stabilized. നമ്മൾ നേരത്തെ 0 to 2 years നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയണത്? ആ അറ്റൈൻ ചെയ്ത ആ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഡെവലപ്മെന്റ് ഒന്ന് സ്റ്റേബിൾ ആക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഫിക്സ് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് എവിടെ നടക്കുന്നത്? പ്രീ ചൈൽഡ്ഹുഡിൽ നടക്കുന്നത്. അപ്പൊ അവർ ഫിക്സ് ചെയ്തു. 6 വയസ്സ് കഴിയുന്നവരെയും അവർക്ക് ഇതൊക്കെ ഫിക്സ് ചെയ്തു, നല്ല നോർമലായി. അത് കഴിഞ്ഞ് വന്ന പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയണത്? മിഡിൽ ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ്. എന്താണ് മിഡിൽ ചൈൽഡ്ഹുഡ്? അത് 7 മുതൽ 9 വയസ്സ് വരെയാണ്. എന്താണ് അത്? 7 മുതൽ 9 വയസ്സ് വരെയാണ്. ഷോ അഗെയിൻ എ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അടുത്ത പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് പറഞ്ഞേട്ടാ. 7 മുതൽ 9 വയസ്സ് വരെയാണ് പിന്നത്തെ ഗ്രോത്ത് വന്നത്. ഈ പീരീഡിലാണ് നമ്മൾ എന്ത് പറയണത്? നെക്സ്റ്റ് അഗെയിൻ വന്നിരിക്കുന്ന ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ അപ്പോഴാണ് കൂടുതൽ പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ, കുട്ടികളിലെ മാറ്റങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്? കാണാൻ പറ്റണത്.
But the rate of growth is low is comparison to infancy. ഇൻഫൻസിയിൽ വന്ന ഗ്രോത്തിന്റെ അത്രയും എന്തുണ്ടാവില്ല, സ്പീഡ് ഉണ്ടാവില്ല എവിടെ മിഡിൽ ചൈൽഡ്ഹുഡില്ല. പെട്ടെന്ന് മാറ്റങ്ങളൊന്നല്ല, പതുക്കെ എനിക്ക് സ്ലോ ആയിരിക്കും. ഇൻഫൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പിള്ളേര് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ, ഇവിടെ എന്ന് വെച്ചാൽ ഇൻഫൻസിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോ ഗ്രോത്ത് എങ്ങനെയാണ്, കുറവാണ്. മിഡിൽ ചൈൽഡ്ഹുഡ് 7 to 9 years ആണ്. അവിടെ എങ്ങനെയാണ് വീണ്ടും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വന്നു. ആ ഗ്രോത്തും ഡെവലപ്മെന്റും ഇൻഫൻസിനേക്കാളും എങ്ങനെയാണ്, കുറവായിരിക്കും. ഇൻഫൻസിയിൽ ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര സ്പീഡപ്പ് ആയിരിക്കും. പക്ഷെ മിഡിൽ ചൈൽഡ്ഹുഡിൽ അത്രയും ഉണ്ടാവില്ല, അത്രയും എന്തുണ്ടാവില്ല, സ്പീഡ് ഉണ്ടാവില്ല. ഇനി അടുത്തതാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 10 മുതൽ 13 വയസ്സ് വരെയാണ്. മിഡിൽ ചൈൽഡ്ഹുഡിൽ അറ്റൈൻ ചെയ്ത ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒന്ന് സ്റ്റേബിൾ ആക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫിക്സ് ചെയ്യാം. ആ ഫിക്സേഷൻ പീരീഡാണ് എന്ത് നമ്മൾ പറയുന്നത്, ലേറ്റർ ചൈൽഡ്ഹുഡ്. 10 മുതൽ 13 വയസ്സ് വരെയാണ് ലേറ്റർ ചൈൽഡ്ഹുഡ് പറയുന്നത്. ആ ഒരു ടൈമിൽ നമ്മുടെ ഗ്രോത്ത് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കി, നമ്മൾ ആ മുമ്പ് നമ്മൾ അറ്റൈൻ ചെയ്ത് എന്താണോ ഗ്രോത്ത്, എന്താണോ ഡെവലപ്മെന്റ്, അത് നമ്മുടെ ബോഡിയിൽ ഒന്ന് സ്റ്റേബിൾ ആക്കുന്ന പ്രോസസ്സാണ് എപ്പോ നടക്കുന്നത്, ലേറ്റർ ചൈൽഡ്ഹുഡ് നടക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഞാൻ പറഞ്ഞത് ഏർലി അഡോളസെന്റ്. 3 years of adolescent age, early adolescent as marked as a year of rapid growth and development. അടുത്ത റാപ്പിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് 13 വയസ്സ് കഴിഞ്ഞ് ഉള്ള ഒരു 3 വർഷം എന്ന് പറയുന്നത്. ഈ ടീനേജ് അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത് ടീനേജിലേക്ക് കുട്ടികൾ കടക്കും. പെട്ടെന്നായിരിക്കും മാറ്റം വരുന്നത്. ഇൻഫൻസിനേക്കാളും സ്പീഡായിരിക്കും എവിടെ, നമ്മുടെ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. പെട്ടെന്ന് മാറ്റങ്ങൾ വരും. ഒരു കുട്ടികൾ, പെൺകൊച്ചുങ്ങൾക്കാണെങ്കിലും പെട്ടെന്ന് മാറ്റങ്ങൾ വരും. അതേപോലെ അവര് കുട്ടിയിൽ നിന്ന് എന്താ പറയാ, ഒരു വുമണിലേക്ക് മാറുന്ന ചേഞ്ച് ഒക്കെ ഏത് ഏജിലാണ് നടക്കുന്നത്, ഈ പറഞ്ഞ 3 വർഷങ്ങളിലാണ് ഈ ഏജ് നടക്കുന്നത്. അതേപോലെ ആൺകുട്ടികളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത പോലെ അവർക്ക് നല്ല ഹൈറ്റ് വയ്ക്കും, അതേപോലെ താടിയൊക്കെ വരും. അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾക്ക് ചെറുപ്പത്തിൽ കണ്ട കുട്ടീനേക്കാളും ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരും. അതേപോലെ ബോയ്സിന്റെ സൗണ്ടിൽ ചേഞ്ച് വരും. നമ്മുടെ കാര്യം അറിയാലോ, ഗേൾസിന് ആണെങ്കിൽ 13 years കഴിയുമ്പോ അവർക്ക് പീരീഡ്സ് ഒക്കെ വന്നു തുടങ്ങും. അതേപോലെ എന്താ പറയാ, ഒരുപാട് ഫിസിക്കലായിട്ട് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരും ബോഡിയിലാവട്ടെ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. ഇതാണ് ഇത് സമയത്ത് നടക്കുന്ന ഏർലി അഡോളസെന്റ് ഏജിൽ നടക്കുന്നത്. The first 3 years of adolescence, early adolescence are marked as the year of rapid growth and development. Rapid growth and development നടക്കുന്ന അടുത്ത ആ ഒരു പീരീഡ് ആണ് ഏത്, ഏർലി അഡോളസെന്റ് എന്ന് പറയുന്നത്. ഇൻഫൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഏർലി അഡോളസെന്റേജ് ആണ് കുറച്ചും കൂടി മാറ്റങ്ങൾ കൂടുതൽ. ഇൻഫൻസി ആണ് ഏറ്റവും സ്പീഡ് ആയിട്ടുള്ളത്. ഇപ്പൊ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഫൻസിയാണ് ഏറ്റവും കൂടുതൽ സ്പീഡായിട്ട് എന്ത് വരുന്നത്, ഗ്രോത്ത് ഒക്കെ വരുന്നത്. പക്ഷേ അഡോളസെന്റേജ് കൂടി വരുമ്പോ എന്താണ്, ഇൻഫൻസിനേക്കാളും കൂടുതൽ എന്താണ് ഗ്രോത്ത് എവിടെ വരുന്നത്, അഡോളസെന്റേജിലേക്കാണ് വരുന്നത്. അവിടെ ഭയങ്കര റാപ്പിഡ് ആയിരിക്കും കുട്ടികൾ. നമ്മ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. എന്താ പറയാ, പെട്ടെന്ന് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഫിസിക്കൽ ഗ്രോത്ത് ഈസ് ബൈ ദ മെച്യൂരിറ്റീസ് അറ്റൈൻഡ്. ഒരു 19 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ഫിസിക്കൽ ഗ്രോത്തിന് എന്ത് വരും, ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യും. നമ്മ പറയൂലേ, 19 വയസ്സ് വരെ ഹൈറ്റ് വയ്ക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ആ നോർമൽ ഹൈറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവാന്നൊക്കെ നമ്മ വെറുതെ ഇങ്ങനെ പറയുമല്ലോ, പറയുന്ന സമയത്ത് പറയാറുണ്ട്. അതെന്താണ്, നമ്മൾ ആ മെച്യൂരിറ്റിയിലേക്ക്, നമ്മുടെ ഫിസിക്കൽ ഗ്രോത്തിനെ മെച്യൂരിറ്റിയിലേക്ക് അറ്റൈൻ ചെയ്തു. അവിടെ വെച്ച് നമ്മുടെ എന്താണ് ഗ്രോത്ത് അറ്റൈൻ ചെയ്തു. എനിക്ക് ആ ഒരു ഏജിൽ 19 years എത്രയാണോ ഹൈറ്റ്, ആ ഹൈറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വേറെ മാറ്റമൊന്നും വന്നിട്ട് ഒരുപാട് ഹൈറ്റോ അങ്ങനൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പീരീഡ്, എന്താ പറയുന്നത്, പീരീഡ് ഓഫ് ഡെവലപ്മെന്റ്. പറയോ എന്താണ് ലാസ്റ്റ് പീരീഡ് ഒന്നുകൂടിയും പറയോ? ഫസ്റ്റ് 3 years ഓഫ് അഡോളസെന്റേജ് ആണോ? അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഗ്രോത്ത് അറ്റൈൻ ചെയ്തു എന്നാ പറയണത്. അടുത്തതില് ഗ്രോത്ത് എന്താണ്, ഫിസിക്കൽ ഗ്രോത്ത് എന്ത് സീസ് ചെയ്യും, അവിടെ വെച്ച് നമ്മുടെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വയസ്സ് എയർലി ഒബ്സലൻസ് കഴിഞ്ഞതിന് ശേഷം എന്താണ്, പിന്നെ നമുക്ക് ഒരു ടീനേജ് ആണ് 17, 18, 19 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് അത്യാവശ്യം എന്താവും, സീസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ വരുന്നത് നമ്മൾ അത്യാവശ്യം മെച്യൂരിറ്റിയിലേക്ക് എത്തും.
അപ്പോഴാണ് നമ്മുടെ ഹൈറ്റ് ഒക്കെ എന്താവണം, സ്റ്റേബിൾ ആവണം. നമ്മൾ വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ട് വെയിറ്റിൽ എന്തെങ്കിലും മാറ്റം വരും. പക്ഷെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൈറ്റ് എന്ത് ചെയ്യില്ല, കൂടൂല. അപ്പൊ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ഗ്രോത്തിലേക്ക് നമ്മൾ എത്തി. അപ്പൊ നമ്മുടെ മെച്യൂരിറ്റി അവിടെ വെച്ച് എന്ത് ചെയ്ത് അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ ഹൈറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. എന്തെങ്കിലും ഇനി പീരീഡുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ പീരീഡുകൾ പറഞ്ഞു. ഏർലി ഒബ്സലൻസ് വരെയുമാണ് ആ പീരീഡുകൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് സമയമാകുമ്പോൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് മാത്രമേ പറയണുള്ളൂ. നമുക്ക് പീരീഡുകൾ എത്ര എണ്ണമുണ്ട്? ഇൻഫൻസി, പ്രീ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, ഏർലി അഡോൾസൻസ്. ഈ 5 പീരീഡ് മനസ്സിലായാ? ഞാൻ ചോദിക്കുമ്പോ ഓക്കെ, ഓരോരുത്തരോടും ചോദിക്കട്ടെ. ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ല, ഓക്കെ. ഇൻഫൻസി എങ്ങനെയാണെന്ന് കീർത്തന പറ. ഇൻഫൻസി ഏജ് എന്ന് വെച്ചാൽ 0 to 2 years വരെയാണ്. അത് റാപ്പിഡ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഇൻഫാൻസി ഏജ് എന്നാണ് പറയുന്നത്. അത് ഫിസിക്കൽ ഡെവലപ്മെന്റ് റാപ്പിഡ് ആയത്, അത് ഫാസ്റ്റ് ആയിരിക്കും ഈ 0 to 2 years. പ്രീ ചൈൽഡ്ഹുഡ് 5. പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ 3 to 6 years ആണ്. പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്നാണ് പറയുന്നത്. ഇൻഫൻസി സ്റ്റേബിലൈസ് ആവണ അവസ്ഥയാണ്. ഇൻഫൻസി ഏജില് നമുക്ക് നമ്മൾ അറ്റൈൻ ചെയ്ത ഗ്രോത്ത് സ്റ്റേബിൾ ആക്കണം. ആ ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്, പ്രീ ചൈൽഡ്ഹുഡിൽ നടക്കുന്നത്. ഓക്കെ, പ്രീ ചൈൽഡ്ഹുഡ് വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയാം മാഡം. പറഞ്ഞോ. പ്രീ ചൈൽഡ്ഹുഡിലാണ് നമ്മുടെ ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ സ്റ്റേബിൾ ആവുന്നത്, ഫിക്സേഷൻ നടക്കുന്നത്. കുറച്ചുകൂടി ഇതായിട്ട് പറയുമ്പോ ഇൻഫൻസിയിൽ നമ്മൾ അറ്റൈൻ ചെയ്യുക ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ ബോഡിയിൽ ഒന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് അതൊന്ന് ഫിക്സ് ചെയ്യുക. ആ ഒരു ടൈമാണ് എന്ത്, പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ആ ടൈം പീരീഡ് പറയാ 3 to 6 years ആണ് പ്രീ ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത്. അടുത്തത് മിഡിൽ ചൈൽഡ്ഹുഡ്. ആരാ പറയണത്? നല്ല ഫാസ്റ്റ് ആയിട്ടാണ്. ഇൻഫൻസീവിനെ അപേക്ഷിച്ച് അത്ര ഫാസ്റ്റ് അല്ല, എന്നാലും ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയും. 7 to 9 years വരെയാണ് അതിൻ്റെ ഇത്. ഓക്കെ, ഇനി അടുത്തത് ഒരാളോട് പറഞ്ഞോ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഫൻസിലേക്കാളും മാറ്റങ്ങൾ ഇതിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ ഇതിൽ മിഡിലിന്റെ ആകുമ്പോൾ 7 to 9 വയസ്സ് വരെയുള്ള വളർച്ചകളും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. അടുത്ത പീരീഡ് ഏതാണ്? ലേറ്റർ ചൈൽഡ്ഹുഡ്. ആരാ പറയണേ? പറയാത്ത ആൾക്കാർ പറയട്ടാ. 10 to 13 years ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുന്നത്, ഗ്രോത്തും അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഒക്കെ വരുന്നത് ഈ 10 to 13 yearsനുള്ളിലാണ് വരുന്നത്. ഒന്ന് ഹൈറ്റ്, അതുപോലെ ഹൈറ്റ്, വെയിറ്റ്, ഹോർമോൺ ചേഞ്ചസ് ചിലപ്പോ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ് 10 to 13 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏതിലേക്ക് വരുന്നത്? പഴയ ഒരു കണക്കനുസരിച്ച് അഡോൾസന്റ് ഏജിലേക്ക് വരുന്നത് 10 to 11. ഇപ്പോഴത്തെ കുട്ടികളിൽ 11 വയസ്സ് മുതൽ എന്നുള്ള കണക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേസിൽ എങ്ങനെയാണ് 10 to 13 ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. അപ്പൊ ലേറ്റർ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ആർക്കെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ കേട്ടോ. 10 to 30 years ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ് വരുന്നത്. അത് നമ്മൾ മിഡിൽ ചൈൽഡ്ഹുഡിലെ ഗ്രോത്തിനെ സ്റ്റേബിൾ ആക്കുന്നുണ്ട്. ഇനി ആളും കൂടി പറഞ്ഞോ. ഞാൻ പറയാം അടുത്തത് ഏർലി അഡോളസൻസ്. പറഞ്ഞോ. റാപ്പിഡ് ഗ്രോത്ത് ആണ്. 13 to 16 years ആണത്. അതില് ബോയ്സിനൊക്കെ ആണെങ്കിൽ സൗണ്ടിൽ വ്യത്യാസം വരുന്നു, ഹൈറ്റ് വെയിറ്റ് ഒക്കെ കൂടുന്നവർക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു ഫേസിലൊക്കെ. പിന്നെ ഗേൾസിനാണെങ്കിൽ പീരിയഡ്സ്, പിന്നെ ഫിസിക്കലി കുറെ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാവുന്നു. റാപ്പിഡ് ഗ്രോത്ത് ആണ്.
പെൺകുട്ടികൾക്ക് പീരിയഡ്സ് വരുന്നു, അതുപോലെ ബോഡിയിൽ ചേഞ്ചുകൾ ഉണ്ടാവുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പീരീഡുകൾ മനസ്സിലായല്ലോ, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? മൊത്തം 5 പീരീഡ്സിനല്ലേ പറയണത്? 5 പീരീഡ്സ്, 5 പീരീഡ്സ് എന്നാ പറയണത് മൊത്തം കേട്ടോ. ഇൻഫൻസി, പ്രീ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ്, പിന്നെ എയർലി അഡോളസൻസ് എന്ന് പറയും. ഓക്കെ, വേണമെങ്കിൽ ആ ഓരോ ചൈൽഡ്ഹുഡും അതേപോലെ തന്നെ പീരീഡും പിന്നെ അവിടെ സംഭവിക്കുന്ന ഗ്രോത്തിന്റെ കാര്യം റാപ്പിഡ് ആണോ, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണോ, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണോ, വീണ്ടും പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണോ, അല്ലെങ്കിൽ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലെക്ചർ നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. ചിലപ്പോ ഇതിൽ നിന്ന് എന്തായാലും 1 വേർഡ്സ് കൂടുതലായിട്ട് ചോദിക്കും ഈ ഒരു പോർഷനിൽ നിന്ന്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, കൂടുതലായിട്ട് ചോദിക്കണേന്ന്. അപ്പൊ ആ ഒരു പീരീഡ്സും ആ സമയത്ത് നടക്കുന്ന ഗ്രോത്തും ഒരു അത്യാവശ്യം നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് നോക്കാം കേട്ടോ. ഈ പോർഷൻ നിങ്ങള് PDF അല്ലേ കയ്യിലുള്ളത്? ഈ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് മുതൽ നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് സീസ് ബൈ വെൻ മെച്യൂരിറ്റീസ് അറ്റൈൻഡ് അത്രയും വരെ ഒരു 5 മിനിറ്റിൽ ഒന്ന് വായിച്ചു നോക്കി. 5 മിനിറ്റ്, ഇപ്പൊ 55 11 വരെ സമയമുണ്ട്, വേഗം ഒന്ന് വായിച്ചേ. വായിച്ചു കഴിഞ്ഞ എല്ലാവരും? യെസ് മാം, കഴിഞ്ഞു. ഡൗട്ട് ഒന്നും ഇല്ലാലോ? നമുക്ക് നോക്കാം അടുത്തത്. നമ്മുടെ ഫിസിക്കൽ ഗ്രോത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹൈറ്റിന്റെയും വെയിറ്റിന്റെയും ആ ഒരു ഇത് നോക്കിയിട്ടാണ് ഫിസിക്കൽ ഗ്രോത്ത് നോക്കണേ കേട്ടോ. ഫിസിക്കൽ ഗ്രോത്ത് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മെഷറിംഗ് ദ ഹൈറ്റ് ആൻഡ് വെയിറ്റ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഓരോ പീരീഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇന്ന പീരീഡിൽ ഇന്ന ഗ്രോത്ത് ആയിരിക്കണം, ഇന്ന വെയിറ്റ് വേണം. അപ്പൊ വെയിറ്റ് കുറവാണെങ്കിൽ അണ്ടർ വെയിറ്റ് എന്നും, വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഹൈറ്റും വെച്ച് കമ്പയർ ചെയ്യും നോക്കാം കേട്ടോ. The average height of 3-year-old is 96 centimeter.
അപ്പൊ ആവറേജ് ഹൈറ്റ് ഓഫ് ഇയർ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 96 ആണ്. ആൻഡ് ഹിസ് വെയിറ്റ് ഈസ് 13 kg. അപ്പൊ അവരുടെ ആവറേജ് വെയിറ്റ് എത്രയാണ്? 13 ആണ്. ഇനി പറഞ്ഞിരിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഓഫ് ആൻ ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രൻസിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെയിറ്റ് ആണ്. ഈ സൈഡില് ആ ബോക്സിൽ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നത്. ആദ്യത്തെ ഇയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 3, 4, 5, 6 എന്നുള്ളത് ഇയേഴ്സ് ആണ്. അടുത്ത ബോക്സിൽ മാക്സിമം വെയിറ്റും 14.78 എന്ന് പറയുന്ന കോളത്തിന് മാക്സിമം, അടുത്ത കോളം മിനിമം വെയിറ്റ്, പിന്നെ മാക്സിമം ഹൈറ്റും മിനിമം ഹൈറ്റോട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കോളത്തിന്റെ ടേബിളിൽ ഡൗട്ട് ഒന്നും വന്നിട്ടില്ലാലോ? അല്ലെങ്കിൽ ഉണ്ടാവും. ആദ്യം ഇയർ ആണ്, പിന്നെ വെയിറ്റിന്റെ ക്ലാസിഫിക്കേഷൻ മാക്സിമം മിനിമം ആണ്, ഹൈറ്റിന്റെ ക്ലാസിഫിക്കേഷൻ മാക്സിമം മിനിമം ആണ്. ഓക്കെ ആണോ? പ്രിന്റഡ് നോട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കായിരുന്നു. നിങ്ങളുടെ പ്രിന്റഡ് നോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞത് കേട്ടോ. ആദ്യത്തത് ഇയേഴ്സ് ആണ് പോയിരിക്കുന്നത്, പിന്നെ വെയിറ്റിന്റെ നോർമലും എന്താ പറയാ മാക്സിമം മിനിമം, അതേപോലെ ഹൈറ്റിന്റെ മാക്സിമം മിനിമം ആണ്. എന്റെയില് മാത്രമാണോ ഇങ്ങനെ വന്നിരിക്കുന്ന ഹെഡിങ് പോയിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ PDF-ലും ഇങ്ങനെ തന്നെയാണോ? ഓക്കെ. അപ്പൊ അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പറയോ? എന്താണ്? അതൊന്നുകൂടി പറയോ? അതിന്റെ മുകളില് 3, 4, 5, 6 എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇയേഴ്സ് ആണ്. 3, 4, 5, 6 എന്ന് പറയുന്നത് 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്. അത് തന്നിരിക്കുന്നത് വെയിറ്റിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കണേ. ആദ്യം മാക്സിമം വെയിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത് മിനിമം വെയിറ്റ്. എത്രയാണ് ഒരു കുട്ടിക്ക് മാക്സിമം വരുന്ന വെയിറ്റ്, പിന്നെ പറഞ്ഞിരിക്കുന്നത് മിനിമം വരുന്ന വെയിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അണ്ടർ വെയിറ്റ് ആയിരിക്കും. ഇനി ഹൈറ്റിന്റെ കാര്യത്തിൽ മാക്സിമം 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് എത്ര ഹൈറ്റ് വരെയും വരാന്ന് ആദ്യം പറയുന്നത് 98.39. പിന്നെ മിനിമം ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോട്ടെ. നോക്കാട്ടെ എല്ലാവരും. അപ്പൊ 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 14.78 ആണ്. എത്രയാണ്? 14.78. ഒന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 50. ഓക്കെ, 15 വരെ വരാം. അല്ലെങ്കിൽ 14.78 തന്നെ പഠിക്കുക. ചിലപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്യണ്ട, നമുക്ക് കാരണം 1 വേർഡ്സ് കേട്ട് ചാൻസ് ഉണ്ട്, വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ മാക്സിമം വെയിറ്റ് ഓഫ് എ 3-year-old ചൈൽഡ് ഈക്വൽ അല്ല ഡാഷ് ആയിരിക്കും. മാക്സിമം നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. A 14.78, B 13.79, C അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതണം. അപ്പൊ 3 വയസ്സ് ഉള്ള ഒരു കുട്ടിയുടെ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 14.78 ആണ്, 14.78. ഇനി മിനിമം ആ കുട്ടിക്ക് എത്ര വരെ കുറവ് വരാം? 13.79 വരെ നമുക്ക് എന്താണ് കുറവ് മിനിമം അത്രയും വരെയും വരാം. ആ ഒരു ലിമിറ്റിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കണം നിൽക്കുന്നത്. എന്ന് വെച്ചാൽ 3 വയസ്സ് ഉള്ള ഒരു കുട്ടിക്ക് 14.78ഉം 13.79ന്റെയും ഇടയിലായിരിക്കണം. പക്ഷെ അതിന്റെ ഒരു മിഡിലോ എവിടെയായിട്ടും കുഴപ്പമില്ല, അതൊരു ഹെൽത്തി ചൈൽഡ് ആണെന്ന് പറയാം. ഹൈറ്റിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ 98.36 ആണ് മാക്സിമം വന്ന ഹൈറ്റ്. മിനിമം എന്ന് പറയുമ്പോ 91.21. എത്രയാണ് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത്? 91.21. ഇതിന്റെ ഇടയിൽ വന്നാലും കുഴപ്പമില്ല. 98.36ന്റെയും 91.29ന്റെയും അതിന്റെ ഉള്ളിൽ എവിടെ വന്നാലും കുഴപ്പമില്ല, നോർമൽ ആണ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 98 ആണ്, മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 91 ആണ്. ഓക്കെ, ഇനി ആ കുട്ടി 4 വയസ്സായി. 4 വയസ്സാവുമ്പോൾ വെയിറ്റിൽ മാറ്റം വരും, അതേപോലെ തന്നെ ഹൈറ്റിലും മാറ്റം വരുന്നുണ്ട്. അപ്പം അവിടെ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 16.12ലേക്ക് കൂടി. 16.12ലേക്കാണ് ആ ഒരു കുട്ടി 4th ഏജ് ആവുമ്പോഴേക്ക് മാക്സിമം അത്രയും വരെ പോവാം. മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? 15.85. മിനിമം അറ്റൈൻ ചെയ്യേണ്ട ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 15.85. ഇനി ആ കുട്ടിക്ക് എന്തോരം വരെ ഹൈറ്റ് വരാം? മാക്സിമം 105
104.70, മിനിമം 104.19. ഈ ഒരു റേഞ്ചിൽ എന്ന് വെച്ചാൽ 104 എങ്കിലും ഹൈറ്റ് വേണം ആ കുട്ടിക്ക്. എത്ര വേണം? 104 105 ആ ഒരു ഇടയിലായിരിക്കണം എന്ത് വേണ്ടത്? 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഹൈറ്റ് വേണ്ടത്, ഉയരം കേട്ടോ. ഇനി ആ കുട്ടി 5ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോ ആ കുട്ടിയുടെ മാക്സിമം വെയിറ്റ്, മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മാക്സിമം ഏറ്റവും കൂടുതൽ വെയിറ്റ് എത്രേ പാടുള്ളൂ? 19.33 വെയിറ്റേ പാടുള്ളൂ. 19.33 വെയിറ്റേ പാടുള്ളൂ. മിനിമം എന്ന് പറയുന്നത് ഒരുപാട് കുറവല്ല, എന്നാലും 18 വരെയും പോവാം. 18 ആണെങ്കിലും നോർമൽ, 18.67 ആണെങ്കിലും കുഴപ്പമില്ല, മിനിമം ആണ്. അണ്ടർ വെയിറ്റ് അല്ല, അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജ്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടി അണ്ടർ വെയിറ്റ് ആണോ എന്നൊക്കെ നോക്കണം. അണ്ടർ വെയിറ്റ് ആണെങ്കിൽ ഭക്ഷണം കൊടുക്കുക, നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുക്കാം. കാരണം അണ്ടർ വെയിറ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ വെയിറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം എന്ന് പറയുന്നത്. അതേപോലെ ഡോക്ടർമാരൊക്കെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചില ഡോക്ടർമാര് ഏജ് വെച്ച് ആണ് മരുന്നിന്റെ ഡോസ് എടുക്കുന്നത്. അത് എല്ലാ കുട്ടിക്കും ഓരോ പോലെ അത് എഫക്ട് ചെയ്യണമെന്നില്ല. പക്ഷെ ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് നോക്കിയിട്ട് ആ കുട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത്ര ഡോസ് കൊടുക്കാം. അത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം ആ കുട്ടിക്ക് എന്താണോ എത്ര ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് നമുക്ക് ആ വെയിറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ടൈപ്പിൽ ഡോസേജ് കൊടുത്താൽ മതിയാവും. ജസ്റ്റ് പറഞ്ഞാണ് ഈ വെയിറ്റും ഹൈറ്റൊക്കെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ പറയണം. എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് 5 years ഏജിന്റെ കേസാണ്. 19.33 ആണ് മാക്സിമം എന്ത് വന്നത്? വെയിറ്റ് വന്നത്. 18.67 ആണ് മിനിമം വന്നത്. ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് 113.57 വരെ ഹൈറ്റ് പോവാ. അത്രയും ഹൈറ്റ് വരെയും വന്നത് നോർമൽ ആണ്. അതേപോലെ 112.24 എന്ന് പറയുന്നതും എന്താണ്? നോർമൽ മിനിമം ഹൈറ്റ് ആണ്. ഇതിനും മിനിമത്തിനും മാക്സിമത്തിനും ഇടയിലാവാ ആരുടെ ഹൈറ്റ്? ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി 6 ആണ്. 6 ഇയേഴ്സിലേക്ക് കടക്കുമ്പോ അല്ലെങ്കിൽ 6ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോ നമ്മുടെ 1 എന്നുള്ള ഒരു ടെൻസിന്ന് മാറി 22 വരെ എന്ത് വരാം? നമ്മുടെ ഹൈറ്റ് അല്ല വെയിറ്റ് വരാം. 22.4 വരെ നമ്മുടെ വെയിറ്റ് എന്ത് ചെയ്യാൻ കൂടാം. 22.4 വരെ നമ്മുടെ വെയിറ്റ് കൂടാം. അതേപോലെ തന്നെ മിനിമം എത്രയാണ്? 21.56 ആണ് നമ്മുടെ വെയിറ്റ്. ഇനി ഹൈറ്റിന്റെ കേസിൽ മാറ്റമുണ്ട്. 118.90 119 വരെ വരാനുള്ള ഹൈറ്റ് വന്നാലും കുഴപ്പമില്ല. അത് മാക്സിമം ആണ്, അത് നോർമൽ ആണ്. ഇനി മിനിമം ഹൈറ്റ് എത്രയാണ്? 170.73 ആണ് നമ്മുടെ മിനിമം ഹൈറ്റ്. ഞാൻ ഈ പറഞ്ഞില്ല, ഓരോ വർഷത്തെയും മാക്സിമം വെയിറ്റും മാക്സിമം ഹൈറ്റും അതേപോലെ മിനിമം വെയിറ്റും മിനിമം ഹൈറ്റും മനസ്സിലായോ? മിസ്, അതില് ബോയ്സിന്റെതും ഗേൾസിന്റെയും വ്യത്യാസമില്ലേ മിസ്? ശരിക്കും വ്യത്യാസമുണ്ട്. കുട്ടികളില് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഹൈറ്റും വെയിറ്റും പറയണത്. ഗേൾസിനേക്കാളും ഹൈറ്റിന്റെ കാര്യത്തിൽ ബോയ്സിന് കൂടുതലായിരിക്കും. ഗേൾസിന് ഒരു ഏജിന്റെ ഇതിൽ പറഞ്ഞിരിക്കണം എന്നുള്ളൂ. ജസ്റ്റ് ഈ ഒരു ഏജിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ ബുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട്, കാരണം ഇതിന്റെ ഹെഡിങ്സ് കറക്റ്റ് അല്ല. മാക്സിമം മിനിമം ആണോ അല്ലെങ്കിൽ ഗേൾസ് ആണോ ബോയ്സ് ആണോ എന്നൊന്നും കൂടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എനിക്ക് തന്ന PDF ക്ലിയർ അല്ല കേട്ടോ. അതുകൊണ്ടാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഓക്കെ മാം. The gain in the height and weight differ from child to child. നമ്മൾ ഓരോ കുട്ടികളെ നോക്കുമ്പോൾ അവരുടെ ഹൈറ്റും വെയിറ്റും എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. The size of the brain also increase steadily in the preschool years. അപ്പൊ ഈ ഒരു ഏജിലായിരിക്കും കുട്ടികളുടെ ബ്രെയിനിന്റെ വളർച്ച പൂർണ്ണമായിട്ട് വരുന്നത്. By the time a child is 6 years old, the weight of its brain, ഒരു 6 വയസ്സായ കുട്ടിയുടെ ബ്രെയിനിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡൾട്ടിന്റെ വെച്ചാല് അത്യാവശ്യം എന്താ പറയാ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത ഒരു അഡൾട്ടിന്റെ 90% ബ്രെയിനിന്റെ വെയിറ്റ് ആർക്കുണ്ടാവും? 6 വയസ്സുള്ള കുട്ടിക്ക് ഉണ്ടാവും. By the time a child is 6 years old, the weight of its brain is 90% of that of the brain of an adult. അഡൾട്ടിന്റെ ആ ബ്രെയിനിന്റെ വെയിറ്റ് ഉണ്ടാവും 90%.
മസിൽസ് ഓൾസോ ബിക്കം തിക്കർ ആൻഡ് സ്ട്രോങ്ങർ. അപ്പൊ അപ്പോഴേക്കും നമ്മുടെ മസിൽസ് ഒക്കെ കുറച്ചുകൂടി തിക്കർ സ്ട്രോങ്ങർ ഒക്കെ ആവും. ചെറിയ പിള്ളേർ ഭയങ്കര സ്പോഞ്ച് പോലെ നമുക്ക് തോന്നുന്നത് എന്താണ്, അവരുടെ മസിൽസ് ഒന്നും അത്ര സ്ട്രോങ്ങോ തിക്കർ അല്ല. അവർ ഭയങ്കര തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രസമാണ് കുട്ടികളുടെ കൈയൊക്കെ തൊട്ട് നോക്കാനായിട്ട്. കുഞ്ഞു പിള്ളേർക്കാ ഞാൻ പറയണത്, ഇൻഫൻസി അല്ലെങ്കിൽ ആ ഒരു ഏജിലെ പിള്ളേരെയാണ് കേട്ടോ. അപ്പൊ ഭയങ്കര ഇതായിരിക്കുള്ളൂ, തൊട്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അത് മാറി നമ്മുടെ മസിലൊക്കെ കുറച്ചുകൂടി തിക്കർ ആവും, അതേപോലെ കുറച്ചുകൂടി സ്ട്രോങ് ആവും ഈ പറഞ്ഞ ഒരു ഏജിലേക്ക് എത്തുമ്പോ. ബൈ ദ 4 years ഓഫ് ചൈൽഡ് അക്യൂർ ടോയ്ലറ്റ് ആൻഡ് കൺട്രോൾ അറ്റ് നൈറ്റ്. അപ്പൊ 4 വയസ്സൊക്കെ വരെ ആവുമ്പോഴേക്കും നമ്മുടെ കുട്ടികളിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ടാവും? ഇപ്പൊ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു ഇത് വരില്ലേ, ഇന്റൻഷൻ വരുമല്ലോ. അപ്പോഴേക്കും അവർക്ക് പറയാൻ പറ്റും എനിക്ക് ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ടോയ്ലറ്റിൽ പോകാനായി എന്ന് പറയാൻ പറ്റും. അതേപോലെ രാത്രി അവർക്ക് ടോയ്ലറ്റിൽ പോകാതെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി 4 വയസ്സാവുമ്പോഴേക്കും വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പാരന്റ്സ് ക്യാൻ യൂസ് ദ ആക്ടിവിറ്റീസ് ലൈക്ക്. അപ്പൊ കുട്ടികളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഏജ് ആണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോക്സ്, പസിൽസ്, അതേപോലെ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് വീടൊക്കെ ഉണ്ടാക്കാം. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മുമ്പിലേക്ക് വന്നതും അതേപോലത്തെ കുട്ടികളായിരിക്കും. നമ്മളും അവർ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യാം, എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം. Parents can use the activities like playing with the blocks, puzzles, storing buttons or threads, cutting along a straight line using blunt scissors, paper tearing, coloring, and paper holding to enhance the fine motor coordination of young child. അപ്പൊ ഈ കുട്ടികളിൽ കുറച്ചും കൂടി വലുതായി കഴിയും, 4 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ എന്തായാലും സ്വന്തമായിട്ട് പസിൽസ് ഒക്കെ ഉണ്ടാക്കും. പസിൽസ് ഒക്കെ മാച്ച് ചെയ്യിക്കാനൊക്കെ തുടങ്ങും. അതേപോലെ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് വീടൊക്കെ ഉണ്ടാക്കും. വീട്, വണ്ടികൾ, അങ്ങനത്തെ ബ്ലോക്സുകൾ കിട്ടുമല്ലോ. ആ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് കുട്ടികൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു തുടങ്ങും ആ ഏജിൽ. അതേപോലെ നമ്മുടെ പേപ്പറിൽ ഷെയ്ഡ് ചെയ്യാനായിട്ട്, പേപ്പറിൽ കളർ ചെയ്യാൻ, ഫോൾഡ് ചെയ്യാനൊക്കെ അവർ പഠിച്ചു തുടങ്ങും ഈ ഒരു ഏജിൽ. Young children practice fine motor control through activities like cutting, threading, braids, and storing. Parents need to provide children with a toy which further enhance their fine motor coordination. അപ്പൊ നമ്മ പാരന്റ്സ് അതേപോലെ നമ്മ മോണ്ടിസോറി ടീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, അവർക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ടോയ്സ്, അതെല്ലാ കാര്യങ്ങളും അവർക്ക് എന്താക്കാം, അവൈലബിൾ ആക്കി കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവർ ആ ഒരു ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യും. അല്ലാതെ നമ്മ കുട്ടികളുടെ ഗ്രോത്ത് നടക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്തിട്ട് വേറെ കാര്യങ്ങളൊന്നും എന്താ വെച്ചാൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് കളിപ്പിക്കുക. അതേപോലെ നല്ല രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുക, ടോയ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്തതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ് കേട്ടോ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. The physical development of an individual is to be found to be influenced by both inherited and the environmental factors. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Some of the important factors that affect the physical growth and development. ഇപ്പൊ താഴെ പറയുന്ന ക്യാരക്ടർ ആണ് ഇനി പറയണ എന്താ ഫിസിക്കൽ ഗ്രോത്തും ഡെവലപ്മെന്റും എന്ത് ചെയ്യാനായിട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഫക്ട് ചെയ്യണ ഫാക്ടേഴ്സ് ആ പറയുന്നത്. The threats and the characteristics inherited at the time of conception. നമ്മൾ കൺസെപ്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തൊക്കെ ത്രെഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടർ ആണോ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടണത് ആ കാര്യങ്ങള്. The physical as well as mental health of the mother during the time of pregnancy. നമ്മളപ്പോ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാരോട് പറയാറില്ലേ, മോളെ വിഷമിച്ചിരിക്കല്ലേ, കാരണം മോൾ ഇപ്പൊ വിഷമിച്ചിരിക്കുമ്പോ മോളുടെ കുട്ടിക്കും അതേപോലെ ആണ് ഫീൽ ചെയ്യണത് എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും നമ്മുടെ കാരണവന്മാരൊക്കെ പറയുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കില്ല, വെറുതെ പറയണെന്ന് വിചാരിക്കും. ഇനി അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ നമ്മുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണോ അത് ആ കുട്ടിയുടെ ആ ഗ്രോത്തിന് അല്ലെങ്കിൽ ആ വളർച്ചനെ നല്ല രീതിയിൽ ബാധിക്കും. ഫസ്റ്റ് എന്താടാ ആദ്യത്തെ പോയിന്റ് ഏതായിരുന്നു? ആദ്യത്തെ പോയിന്റ് നമ്മൾ ഇൻഹെറിറ്റന്റ് ആയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മ
ഇപ്പൊ ചിലപ്പോ കുട്ടിയുടെ ഫാദറിന്റെ അല്ലെങ്കിൽ മദറിന്റെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ചിലപ്പോ ഫാമിലിയിൽ നല്ല ഹൈറ്റ് ഉള്ള ഫാമിലിയില എന്താണ് മെയിൽ ഫീമെയിൽ ആണെങ്കിൽ അവരുടെ കുട്ടികൾ എങ്ങനെയായിരിക്കും, നല്ല ഹൈറ്റ് ഉള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ എന്റെയൊക്കെ ഫാമിലി അത്യാവശ്യം ഹൈറ്റ് കുറവാണ്. അപ്പൊ എന്റെ മക്കൾ എന്താണ് ഭയങ്കര ഹൈറ്റ് കുറവ്, ചെറിയ ഹൈറ്റ് ആണ് അവർക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോ ഇൻഹെറിറ്റഡ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന എന്താ പറയാ ഫീച്ചേഴ്സ് ഒക്കെയാണ് ആദ്യത്തെ അത്. രണ്ടാമത് പറഞ്ഞത് ഫിസിക്കലായിട്ട് വരുന്നത് ആ കുട്ടിയുടെ മെന്റൽ ഹെൽത്ത്, മദറിന്റെ മെന്റൽ ഹെൽത്ത്. പ്രഗ്നൻസിയില് അമ്മമാര് എങ്ങനെയാണോ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ജോളി ആയിട്ടിരിക്കണമെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര ജോളി ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ അമ്മമാർക്ക് ഭയങ്കര വിഷമവും ഭയങ്കര സങ്കടമൊക്കെ ആണെങ്കിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാലും അവർക്കും ആ ഒരു മൂഡോ അങ്ങനത്തെ ഒരു ഇതായിരിക്കും. ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ അടുത്ത പോയിന്റ് ആണ് ദ ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ എംബ്രിയോ വിത്തിൻ ദ വൂം ഓഫ് ദ മദർ. ഇനി അതേപോലെ തന്നെ നമുക്ക് ന്യൂട്രീഷൻസ് എവിടെ നിന്നാണ് കിട്ടണത്? നമ്മുടെ കുട്ടി നമ്മുടെ വയറ്റിലിരിക്കുമ്പോ എവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു എംബ്രിയോ ആ വൂം വഴിയാണ് കുട്ടിക്ക് മദറിൽ നിന്ന് കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടണത്. അപ്പൊ നല്ല രീതിയിൽ നല്ല ന്യൂട്രീഷൻസ് ആണ് അമ്മ കഴിക്കണമെങ്കിൽ അതേപോലെ ഇരിക്കും കുട്ടി ജനിക്കുമ്പോഴും നല്ല നല്ല ഗ്രോത്ത് ആയിരിക്കും. കാരണം ന്യൂട്രീഷൻസിന്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ കുട്ടിക്കും അത് ബാധിക്കും. കാരണം അമ്മ എന്താണോ കഴിക്കുന്നത് അതിന്റെ ഒരു പങ്ക് അല്ലെങ്കിൽ അതിൽ നിന്നാണ് കുട്ടി എന്ത് ചെയ്യുന്നത് കഴിക്കുന്നത്. കണ്ടീഷൻസ് ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. ഡെലിവറിയുടെ സമയത്തുള്ള കണ്ടീഷൻസ് ആ കെയർ അത് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ബാധിക്കും. വെയിറ്റ് കുറവാണെങ്കിൽ അത് ചിലപ്പോൾ കുട്ടി വളർന്നു വരുന്ന സമയത്ത് വെയിറ്റിന് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ. ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത്. നാലാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞു ടീച്ചറെ. കണ്ടീഷൻസ് ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. നമുക്ക് ഡെലിവറിയുടെ സമയത്തുള്ള ആ ഒരു കണ്ടീഷൻസ്, ആ ഒരു സമയത്ത് കിട്ടുന്ന കെയർ അതൊക്കെ എന്ത് കുട്ടിയുടെ ഗ്രോത്തിനെ ബാധിക്കും. ഇപ്പൊ കണ്ടീഷൻ എന്ന് പറയുന്നത് വെച്ചാല് കുട്ടിക്ക് വെയിറ്റ് കുറവാണ്, തൂക്കം കുറവാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നോർമൽ വെയിറ്റിലേക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഈ ഗ്രോത്തിന്റെ ഇൻഫൻസിയിലും അതേപോലെ എല്ലാ കാര്യത്തിലും എന്തായിരിക്കും വെയിറ്റ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 2.5 ഒക്കെ ഉള്ളു കുട്ടി ജനിക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്ന സമയത്തും സാധാരണ കുട്ടികളുടെ വെയിറ്റിനേക്കാളും കുറവായിരിക്കും ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ വെയിറ്റ് കുറവുള്ള കുട്ടിയുടെ. മനസ്സിലായോ? ആ ടൈമിലത്തെ കണ്ടീഷൻസ് കേട്ടോ. അതേപോലെ തന്നെ ഇനി സാധാരണ കേസ് പറയാം. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ എന്താ പറയാ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മയ്ക്ക് ഡെലിവറിയുടെ സമയം ആവുമ്പോഴേക്കും യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരാമെന്ന് വിചാരിക്കും. യൂറിനറി ഇൻഫെക്ഷൻസ് വരുമ്പോൾ എന്താണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ യൂറിനറി ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് കണ്ണിന്റെ കാഴ്ചക്ക് ചെറിയ എന്താ പറയാ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. കാരണം നോർമൽ ഡെലിവറി ആവുമ്പോ കുട്ടിക്ക് ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ചെറുപ്പത്തിലെ എഫക്ട് ചെയ്യുമെന്ന് കുറെ പഠനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസ് ആ ടൈം ഓഫ് ഡെലിവറിക്ക് വന്ന ഇങ്ങനത്തെ കണ്ടീഷൻസും എന്തുവരും ഈ ഫിസിക്കൽ ഗ്രോത്തിനെ അഫക്ട് ചെയ്യും. മനസ്സിലായോ? അത് ഡി എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തതാണ് പറഞ്ഞത് ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത്. നമ്മ എന്താ പാരന്റ്സിനോട് പറയണത് അല്ലെങ്കിൽ അമ്മമാരോട് പറയണത്? കുട്ടിക്ക് 6 മാസം വരെ നിങ്ങൾ വേറൊരു ഭക്ഷണവും കൊടുക്കരുത്, എന്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയണത്. അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ എന്തിലുണ്ട്, നമ്മുടെ ഈ ബ്രസ്റ്റ് മിൽക്കിലുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അത്യാവശ്യം നല്ല ആരോഗ്യം, നല്ല ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടാനായിട്ട് ഈ നമ്മുടെ അമ്മമാരുടെ പാല് നല്ലതാന്ന് പറയും. പക്ഷെ അതേ സമയത്ത് എന്താ പറയണ ചില കണ്ടീഷനിൽ നമുക്ക് പൊടിപ്പാല് എന്താ പറയാ ടിന്നിലൊക്കെ ആ ഒരു പൊടിപ്പാലൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ ചൈൽഡ് ആഫ്റ്റർ റിസീവിങ് അവർക്ക് കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അതേപോലെ അങ്ങനത്തെ കുട്ടികളിൽ ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ പൊടിയിൽ കൂടുതലായിട്ട് എന്താണ് കുട്ടികൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഷുഗർ അവര് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷുഗർ അത് കുട്ടികൾക്ക് ഷുഗർ വരാനുള്ള ചാൻസ് എന്താണ് കൂടുതലാണ്. ഞാൻ പറഞ്ഞത് ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത് ആണ്. അതും നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ വളരെ കാര്യമായിട്ട് ബാധിക്കും. ഇനി അടുത്താണ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇൽനെസ് ഓർ ഡിസീസ്. എന്തെങ്കിലും അസുഖങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആ കുട്ടിയുടെ എന്താ പറയാ ഗ്രോത്തിനെ ബാധിക്കും. ഇപ്പൊ എല്ലാതും എന്താ പറയാ പാരമ്പര്യമായിട്ട് ഇപ്പൊ ശ്വാസം മുട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുമല്ലോ.
ചെറിയ ഇപ്പൊ പാരന്റ്സിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനോ ഉണ്ടെങ്കിലും ജനിക്കുന്ന കുട്ടിക്ക് ശ്വാസം മുട്ട് വരാനുള്ള ചാൻസ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയണേണ്ട, ശ്വാസം മുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഡിസീസ് ഇവർക്ക് ഉണ്ടെങ്കിൽ അവരുടെ വളർച്ചയിൽ അത് കാര്യമായിട്ട് ബാധിക്കും. കുട്ടികൾക്ക് ആരോഗ്യം കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ശ്വാസം മുട്ടുള്ളവരുടെ കുട്ടികൾക്ക് ആരോഗ്യം കുറവായിരിക്കും. എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാല്, എനിക്ക് പരിചയമുള്ള ഫാമിലിയിൽ ആ ചേച്ചിക്ക് നല്ല ശ്വാസം മുട്ടാണ്. ആ ചേച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ശ്വാസം മുട്ടായിരുന്നു. രണ്ടാമത്തെ കുട്ടിക്കാണ് വന്നത്. ആദ്യത്തെ കുട്ടി നോർമൽ ആയിരുന്നു, അവന് ശ്വാസം മുട്ടൊന്നുമില്ല, നന്നായിട്ട് പഠിക്കാനൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ കുട്ടിക്ക് ഈ ചേച്ചിനെ പോലത്തെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ശ്വാസം മുട്ടായിരുന്നു. രണ്ടാമത്തെ കുട്ടിക്കും ഇപ്പൊ ശ്വാസം മുട്ടുണ്ട്. അവൻ അതുകൊണ്ട് എന്താണ്, മഞ്ഞൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഒട്ടും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റൂല, ഭയങ്കര ശ്വാസം മുട്ട്. എല്ലാ ദിവസവും മറ്റേ എന്താ പറയാ ഇമ്മ്യൂണൈസേഷൻ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാ അവര് പോണത്. എന്ന് വെച്ചാൽ അത് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഫിസിക്കലി അല്ലെങ്കിൽ എന്തെങ്കിലും വീനസോ എന്തെങ്കിലും ഡിസീസോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രോത്തിനെ അത് എന്ത് ചെയ്യും, തടസ്സപ്പെടുത്തും. നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അത് തടസ്സപ്പെടുത്തും. ഓക്കെ, ഈ കാഴ്ചക്കുറവ് അതൊക്കെ ഇതിൽ പെടുവോ? എന്ന് വെച്ചാൽ കാഴ്ചക്കുറവുള്ള പാരന്റ്സിന്റെ മക്കളോ അത് ഉദ്ദേശിച്ചല്ലെങ്കിൽ അത് അങ്ങോട്ട് അത്രയും വരികയല്ല, അങ്ങനെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് പാരമ്പര്യമായിട്ട് ഇൻഹെറിറ്റന്റ് ആയിട്ട് കൈമാറുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. ഇതേപോലെ തൈറോയിഡ്, അത് പാരമ്പര്യമായിട്ട്. തിമിരൊക്കെ അങ്ങനെ വരത്തില്ലേ? ആ തിമിരുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കാഴ്ച ബ്ലൈൻഡ് ആണ് ആ കൊച്ചു ചോദിച്ചത്. ബ്ലൈൻഡ് ആണെങ്കിൽ ഇപ്പൊ പാരന്റ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ബ്ലൈൻഡ് ആണെങ്കിൽ മക്കൾക്ക് ബ്ലൈൻഡ് ആവണമെന്ന് എന്തില്ല, ടെൻഡൻസി ഇല്ല. വരാനുള്ള ചാൻസ് ഉണ്ട്, എന്നാലും അത്രയും ഇതില്ല. എന്താ വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റൂല. തിമിരൊക്കെ വരും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതേ ഒരു ഇപ്പൊ അമ്മമാർക്കൊക്കെ തിമിരത്തിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഏജ് ആവുമ്പോൾ ഉറപ്പാണ് നമ്മുടെ കാഴ്ചയ്ക്കും ആ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ലിവിങ് കണ്ടീഷൻ ആർ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ കൾച്ചർ. നമ്മൾ വളരുന്ന ലിവിങ് കണ്ടീഷൻ, നമ്മുടെ ഫിസിക്കൽ സോഷ്യൽ കൾച്ചേഴ്സ് അത് നമ്മളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ നന്നായിട്ട് ബാധിക്കും. ഓക്കെ, the opportunity of recreation, self-expression, play, exercise, rest and sleep. ഒരു എക്സാമ്പിൾ പറയട്ടെ. പോയിന്റ് പറയുന്നേക്കാൾ മുമ്പ് ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങള് എന്റെ ബ്രദർ കാനഡയിലാണ്. പുള്ളിക്കാരന് കുട്ടിയുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ ആ കൊച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആക്റ്റീവ്, നല്ല ഹൈപ്പർ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, നല്ല ആക്റ്റീവാണ്, നല്ല സംസാരവും അതേപോലെ ഉറക്കി സംസാരിക്കും. ഭയങ്കര രസമായിരുന്നു ആ കുട്ടിയുടെ അടുത്ത്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറയില്ല, ആ ഒരു ലെവലായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവര് ഇവിടെ ഇരുന്നു സെറ്റിൽ ആയിരുന്നത്. ഇവിടുന്ന് അവർ മൈഗ്രേറ്റ് ചെയ്തത് കാനഡയിലേക്ക് കേട്ടോ. അപ്പൊ അവിടെ ചെല്ലുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൾച്ചർ ഭയങ്കര വ്യത്യാസമുണ്ട്, അവരുടെ സോഷ്യൽ കൾച്ചർ ഭയങ്കര വ്യത്യാസമുണ്ട്. അവർ ഉറക്കൊന്നും സംസാരിക്കൂല. അപ്പൊ ആദ്യ നാളുകളിൽ ഇവർക്ക് കംപ്ലൈന്റ് വന്നു. മകൻ അങ്ങനെ ബാക്കിയുള്ള ഫ്ലാറ്റിലുള്ള ആൾക്കാർ കംപ്ലൈന്റ് ചെയ്തു. എന്താ പറഞ്ഞു, കുട്ടിയുടെ സൗണ്ട് എപ്പോഴും കുട്ടി കരയണം, കുട്ടി ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ചേട്ടനും ചേച്ചിയും കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ നാടല്ല, ഇങ്ങനത്തെ ഒരു നമ്മളെ കൾച്ചറിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവരുടെ കൾച്ചറിനോടൊപ്പം എന്ത് ചെയ്യണം, ഇതാവണം എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നെ ക്ലാസ്സിൽ പോവാ, ഫ്ലാറ്റിൽ വരാം, ഫോണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോവാ, ഫ്ലാറ്റ് വരാം, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാണ്ട് കളിക്കാൻ പോണതോ അങ്ങനത്തെ ഒരു എക്സസൈസോ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യാണ്ട്. ഇപ്പൊ കുറച്ച് നാൾക്ക് മുമ്പ് അവര് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, വെക്കേഷനായിട്ട് വന്നതാണ്. മുമ്പ് ഞാൻ കണ്ട ആ കുട്ടിയല്ല ഇപ്പൊ വന്നിരിക്കുന്നത്. ഭയങ്കരമായിട്ട് മൂടിയായിട്ട് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ഫോണിലാണെങ്കിൽ ഫോണില്, വേറെ ഒന്നും അവരില്ല. പുറത്ത് എന്ത് നടന്നാലും അല്ലെങ്കിൽ ബാക്കി പരിസരത്തൊക്കെ എന്ത് നടന്നാലും അവരൊരു പ്രശ്നമില്ല, അത് ബാധിക്കില്ല. നമ്മൾ മുതിർന്നവർ അങ്ങനെ ഒരു ഇതില്ല. അത് കഴിഞ്ഞ് പോകാറായപ്പോഴേക്കും നമ്മളുടേക്ക് നോർമലിലേക്ക് വന്നു. 1 മാസം ഉണ്ടായിരുന്നു. അപ്പൊ അവസാനം ആയപ്പോഴേക്കും അവർ കുഴപ്പമില്ല, നമ്മളോട് കുറച്ചും കൂടി എന്താ പറയാ അറ്റാച്ച്മെന്റ് അങ്ങനെ വന്നു. ഈ നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിലും നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ ഫിസിക്കൽ കൾച്ചറിന്റെ അല്ലെങ്കിൽ ലിവിങ് കണ്ടീഷൻ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്, നമ്മൾ കളിക്കാൻ പോകണം, കുട്ടികളായിട്ട് സംസാരിക്കണം, അപ്പൊ ആ ഒരു കൾച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫിസിക്കൽ സോഷ്യൽ കൾച്ചറൽ കണ്ടീഷൻ, നമ്മുടെ ലിവിങ് കണ്ടീഷനും ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യേണ്ടത്, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞതാണ് ഓപ്പർച്യൂണിറ്റി ഓഫ് റീക്രിയേഷൻ, സെൽഫ് എക്സ്പ്രഷൻ, പ്ലേ, എക്സസൈസ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ഒരു കുട്ടി
ഇപ്പോഴും എന്ത് നോക്കിയാൽ കളിക്കുകയാണ്, ഉറക്കമൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്താണ് കണ്ണൊക്കെ ഇങ്ങനെ വീണിരിക്കും. ശരിക്കും ഒരാൾ നല്ല രീതിയിൽ നല്ല ഫിസിക്കൽ ഡെവലപ്മെന്റ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ന്യൂട്രീഷൻ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്തും വേണം, നല്ല സ്ലീപ്പും നല്ല റെസ്റ്റും വേണം. എന്നാൽ മാത്രമേ നമുക്ക് റീക്രിയേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കളിക്കാനും അതേപോലെ എക്സസൈസ് എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഇതിൽ വന്ന ഈ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതായിരുന്നു? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. എല്ലാവരും ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യണ ഫാക്ടേഴ്സ്, ഹെറിഡിറ്ററി ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, എൻവയോൺമെന്റൽ ആയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ ഒരു പോയിന്റ്സിൽ കവർ ചെയ്തത്. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് വായിക്കട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക, ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇപ്പൊ പറഞ്ഞാലേ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ഒന്നുകൂടി പറയോ? ആടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നന്നായിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ കഴിക്കണ പോലെ തന്നെ നമുക്ക് റെസ്റ്റും അതേപോലെ നമ്മുടെ സ്ലീപ്പ് എന്നൊക്കെ പറയണത്, ഉറക്കം എന്നൊക്കെ പറയണത്. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്ത ആ ഒരു പ്രവർത്തനത്തിന് ഒരു ബ്രേക്ക് എടുക്കുന്ന ആ ഒരു പീരീഡ് ആണ് നമ്മൾ എന്താ പറയണത്, ഉറങ്ങണത്. അപ്പൊ കുട്ടികളൊക്കെ ഇപ്പൊ നമുക്ക് വീടുകളിലൊക്കെ അറിയാൻ പറ്റും, കുട്ടികളുള്ള വീടുകളിൽ അവര് ഉറക്കത്തിന് പാതിന്ന് നമ്മൾ അവർ വിളിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര എന്തായിരിക്കും, മടിയും അതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, ഒരു കാര്യം ചെയ്യാനായിട്ട് തോന്നില്ല. പക്ഷെ നല്ല രീതിയിൽ അവര് രാത്രിയൊക്കെ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് ഉറങ്ങി ഒരു 8-9 മണിക്കൂറൊക്കെ ഉറങ്ങി എഴുന്നേക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നല്ല ആക്റ്റീവ് ആയിരിക്കും, ഒരുപാട് റീക്രിയേഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. സെൽഫ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും, പാട്ട് പാടും, ഡാൻസ് കളിക്കും, അങ്ങനെ പല പല കാര്യങ്ങൾ കളിക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ അവർക്ക് നല്ല ഒരു ഉന്മേഷമായിരിക്കും. ആ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ റെസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്യണത് എക്സസൈസ് ഒക്കെ നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? മാം, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ എഫക്ട്സ് എന്നില്ലേ, അതൊന്ന് പറഞ്ഞുതരോ? ആ ഓക്കേടാ. ഇനി ഫിസിക്കൽ ആയിട്ട് ഡിഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രോത്തിന് അതിന്റെ പ്രസൻസും ആബ്സെൻസും നമ്മുടെ എന്താണ് പറയണത്, പ്രസൻസ് മെയിനായിട്ട് പ്രസൻസ് നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യുന്ന പറയണത്. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, എക്സാമ്പിൾ പറഞ്ഞുള്ള പ്രസൻസ് ആൻഡ് ആബ്സെൻസ് അതിൽ അസുഖങ്ങളാണ്. ഞാൻ ശ്വാസമുട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതേപോലെ എന്തെങ്കിലും നമുക്കൊരു ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അത് കൂടുതലായിട്ട് എന്തെങ്കിലും ബാധിക്കും എന്നോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ട്ടോ, എന്തെങ്കിലും എല്ലാവരും വായിക്കട്ടോ, 2 പ്രാവശ്യങ്ങളിൽ ഒന്ന് വായിച്ചു നോക്കും. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ബ്രെയിനിന്റെ വളർച്ച അതുപോലെ മസിൽസിന്റെ വളർച്ചയൊക്കെ 6 ഇയേഴ്സിലാണോ? എന്താണ് ബ്രെയിനിന്റെ വളർച്ച, ദ സൈസ് ഓഫ് ദി ബ്രെയിൻ ഓൾസോ ഇൻക്രീസിങ്? 6 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ അത്യാവശ്യം ബ്രെയിനിന്റെ വളർച്ചയൊക്കെ പോകും, ആ ഒരു അഡൾട്ടിന്റെ അത്രയും ആവും. ബ്രെയിനിന്റെ വളർച്ച 6 ഇയേഴ്സിലാണ്, മസിൽസിന്റെ സെയിം ആണ്. നമ്മ കുഞ്ഞി പിള്ളേർ തൊട്ട് നമ്മ അടുത്തൊക്കെ വീടിനടുത്തൊക്കെ എന്തെങ്കിലും നോക്കുക, കുഞ്ഞി പിള്ളേരുടെ എന്താ പറയാ കൈയിന്റെ പോലെ ഇരിക്കില്ല, കുറച്ചുകൂടി 6-7 വയസ്സ് ഒക്കെ ആകുമ്പോഴൊക്കെ കുട്ടികളുടെ കൈ വെച്ചിട്ടുണ്ട്. ചെറിയ പിള്ളേർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഞെങ്ങിയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ചുകൂടി ഏജ് ആയി കഴിയുമ്പോൾ ഒരു 6 വയസ്സ് 5-6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടിയുടെ മസിൽസ് ഒക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആവും, കുറച്ചുകൂടി തിക്കർ ആവും, അത്രേ ഉള്ളൂ. ആ വളർച്ച ആ ടൈമിലാണ് കൂടുതലായിട്ട് വരുന്നത്.
ഡൗട്ട് ഉണ്ടോ? ഒന്ന് നോക്കിട്ടോ, മൊത്തമായിട്ട് നോക്കിക്കോ, വായിച്ചു നോക്കിക്കോ. അടുത്ത ക്ലാസ് മിക്കവാറും അടുത്ത ബുധനാഴ്ച ആയിരിക്കും നമ്മൾ സെമിനാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ തന്നെ ആൾക്കാരെ ഏൽപ്പിക്കണോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്? അത് വേണ്ട, ഞാൻ അടുത്ത ആഴ്ച എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്നോട്ടെ. ഇന്നത് ചെയ്ത പോലെ ചെയ്യരുത്, എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരണം. ഇനി സെമിനാറിൽ വല്ല അവതരിപ്പിക്കാനായിട്ടുള്ള PDF ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇമ്മ്യൂണൈസേഷന്റെ ചാർട്ടോ ഇങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഞാൻ അത് ഇമ്മ്യൂണൈസേഷന്റെ ചാർട്ട് ഞാൻ എടുത്ത് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ സെമിനാറിന് പ്രിപ്പയർ ചെയ്യാം. സെമിനാർ എടുക്കണമെന്നുള്ളൂ. അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് എല്ലാവരുടെ മുമ്പിലുള്ള എല്ലാ കുട്ടികളോടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് സെമിനാർ എടുക്കുന്നത്. മാർക്ക്, ഇന്റേണൽ മാർക്ക് അങ്ങനെ മാർക്ക് ഇടുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. ചാർട്ട് ഒന്നും ഇടുവോ? എന്താണ് നേരത്തെ ഡിസ്പ്ലേ കാണിച്ച ചാർട്ട് ഒന്നും ഇടുവോ? ഒന്നും കൂടി ഇടാം കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷിൽ എടുക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവണ രീതിയിൽ ക്ലാസ് എടുക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവണമെന്നുള്ളൂ. നിർബന്ധമില്ല ഇംഗ്ലീഷിൽ എടുക്കുന്നത്. ഇനി ഇംഗ്ലീഷിൽ എടുക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ ഇംഗ്ലീഷിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഡോസ് ഒക്കെ മെൻഷൻ ചെയ്ത് പറയണോ അതോ വാക്സിൻ നെയിം മാത്രം മതിയോ? എത്ര ഡോസ് കൊടുക്കുന്നു അങ്ങനൊക്കെ പറയണോ? വേണ്ട, വാക്സിന്റെ പേര്, എപ്പോഴാണ് അത് കൊടുക്കണത്, എന്ത് അസുഖത്തിനാണ് അത് കൊടുക്കണത്, ഇതിലില്ല എന്ത് ഡിസീസിനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്. ചാപ്റ്റർ 7 യൂണിറ്റ് 7 അത്യാവശ്യം എന്തിനൊക്കെയാണ് അത് കൊടുക്കണേന്നുള്ള കാര്യം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ. അശ്വതി മിസ്സിന്റെ പോർഷനാന്ന് തോന്നുന്നുണ്ട്, അത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റെഫർ ചെയ്താൽ മതി, കിട്ടും കേട്ടോ. ഞാൻ നോക്കിയപ്പോ അതിലുണ്ട്, സെയിം പോർഷൻ തന്നെയാ. ഒന്ന് ഒരു സെമിനാർ പോലെ എടുക്കാന്നുള്ളൂ. ഓക്കെ, താങ്ക് യു മാം. ഒരു കാര്യം ചോദിക്കട്ടെ, അസൈൻമെന്റ് ഉണ്ടല്ലോ, നമ്മൾ അസൈൻമെന്റ് ചെയ്തിട്ട് ഇപ്പൊ ഈ ശരണ്യ മിസ്സിന്റെ ഇപ്പൊ ചെയ്യാൻ വേണ്ടി തന്ന അസൈൻമെന്റ് അറ്റാച്ച് ആവുന്നില്ല, അതെന്തായിരിക്കും? അത് ക്ലാസ് ഞാനിവിടെ അറ്റാച്ച് ആവണില്ല എന്ന് ഇവിടെ പറയാം കേട്ടോ. ഇപ്പൊ 3 ചെയ്തായിരുന്നു, അത് ശരിയായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് തന്നതാണ് ആവാത്തത്. അറ്റാച്ച് ആവണില്ല അല്ലെ, ഞാൻ പറയാം. ഓക്കെ. മാം അതുപോലെ അത് പിന്നെ നോക്കിയിട്ടില്ലായിരുന്നു, അസൈൻമെന്റ് മാർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് പ്രിന്റ് എടുത്തിട്ടുണ്ടെന്ന് തോന്നാനുണ്ടല്ലോ, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ചെക്ക് ചെയ്യാം. ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ ലാസ്റ്റത്തെ മാത്രം വരുന്നില്ല, ഫയല് അറ്റാച്ച് ആവുന്നില്ല എന്നാ പറയുന്നത്. അറ്റാച്ച് ആവണില്ല. ഞാൻ ബുധനാഴ്ച തൊട്ട് ട്രൈ ചെയ്യുന്നതാ, ഇതുവരെ ആയിട്ടില്ല. അതിനിപ്പോ നാളെ ലാസ്റ്റ് ഡേറ്റ് മാം പറഞ്ഞേക്കുന്നേ. ഓക്കെ, ഞാൻ പറയാം. നാളെ മിസ്സിന്റെ ക്ലാസ് അല്ലേ, ശരണ മിസ്സിന്റെ ക്ലാസ് അല്ലേ? അല്ല, നാളെ അശ്വതി മിസ്സിന്റെ ക്ലാസ് ആണോ? ഓക്കെ, ഞാൻ എന്തായാലും ശരണ മിസ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കാട്ടോ. അത് അറ്റാച്ച് ആവാത്തതിന് പ്രശ്നമൊന്നും പറഞ്ഞേക്കാട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ മുന്നത്തെ കൊടുത്തത് നോക്കിയിട്ടില്ല, കാണുന്നില്ല. അവർ നോക്കിയിട്ട് മാർക്ക് കിട്ടിയതായിട്ട് കാണുന്നില്ല, നോക്കിയതായിട്ട് കാണുന്നില്ല. മാർക്ക് ആഡ് ചെയ്യണത് വേറൊരു ഇതിലാണ്. എന്നുവെച്ചാല് നിങ്ങൾക്ക് അതിൽ നോക്കണ ആ ഒരു മാർക്ക് മാത്രമല്ല, മിസ്സുമാർ നോട്ട് ചെയ്ത് വെക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ രണ്ടാമത് അയച്ചതില് കിട്ടിയിട്ടില്ല. ടൈമിന് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ശരി, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. മിസ്സിന്റെ അസൈൻമെന്റ് എന്താണെന്നൊന്ന് പറയാമോ ആരെങ്കിലും?